ഹലോ, നമുക്കിന്നൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയാലോ? നമ്മുടെ അടുത്തുള്ള A4 ഷീറ്റോ അല്ലെങ്കിൽ കളർ ഷീറ്റോ എടുത്തിട്ടാണ് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ടറ്റവും കണ്ടുള്ള വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. രണ്ടറ്റവും തമ്മിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നിവർത്താട്ടോ. നിവർത്തിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും മടക്കണം. നമ്മൾ അടയാളം വെച്ചത് അതിനാണ് കേട്ടോ. രണ്ട് ഭാഗം മടക്കാനാണ് അടയാളം വെച്ചത്. ഇനി ആ ഭാഗവും നമുക്ക് നിവർത്താട്ടോ. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് അടുത്ത വശം ഇങ്ങനെ മടക്കുക. നേരത്തെ കാണിച്ചില്ല, ഒരു സൈഡ് മടക്കിയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു സൈഡ് മടക്കിയിട്ട് നടുഭാഗം ഇങ്ങനെ മടക്കുക കേട്ടോ. ഇത് നമ്മൾ അപ്പുറ സൈഡാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ മടക്കുക. അതേപോലെ ഈ സൈഡും നമുക്ക് മടക്കാം. ഇപ്പോൾ ഇവിടെ തെറ്റ് രൂപത്തിലല്ലേ കാണുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ മേൽഭാഗത്തും തെറ്റ് രൂപത്തിൽ മടക്കി ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, മേളിലും അടിയിലായിട്ട് രണ്ട് തെറ്റായിട്ട് നടുവിലൊരു ചതുരം. നമ്മൾ അപ്പുറ സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. എനിക്ക് കുറച്ച് ടാസ്ക് പിടിച്ചത് ഈ ഫോൾഡ് ചെയ്യൽ കാര്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കണേ. ഇനി ഈ സൈഡും ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇനി ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഷേപ്പിൽ കിട്ടണം കേട്ടോ. ഇനി ഈ ഭാഗം ഇവിടേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ മറ്റേ ഭാഗവും അങ്ങനെ കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ കൊണ്ടുവരിക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി കണ്ടോ, ഉൾഭാഗത്ത് ഇതേപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ പിടിക്കട്ടെ. ഇനി കണ്ടോ, രണ്ട് സൈഡും ഉള്ളിലേക്ക് നിന്ന് അതേപോലെ പിടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇനി മടക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് കൂട്ടി പിടിച്ച് ഒന്ന് സ്റ്റാപ്ലെയർ ചെയ്താൽ മതി. ഞാനിവിടെ റിബണാണ് കെട്ടി കൊടുക്കുന്നത്. റിബൺ എല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ മടക്കിയ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. ഞാൻ ഇവിടെ നിന്ന് ചെറുതായി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം കേട്ടോ. പിക്ചർ വരയ്ക്കേ അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കേ പെയിൻറ്റിങ് ചെയ്യേ എന്തും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, ബാഗ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഓക്കെ, ബൈ ബൈ.